വൈദിക ദിനമായിട്ടാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുക. വൈദിക ദിനം ഇന്നലെ എനിക്ക് ആരും അയച്ചു തന്ന ഒരു വാട്സപ്പ് മെസ്സേജ്. വാട്സപ്പ് ഞാനും അധികം വായിക്കാറില്ല, ചങ്ങേറ്റ് പിതാവെ, അപൂർവമായിട്ട് വായിക്കാറുണ്ട്. ഈ വാട്സപ്പ് വായിച്ചാൽ നമുക്ക് ജീവിച്ചിരിക്കാൻ മേലാത്ത വിധത്തിൽ നമ്മളെ അധിക്ഷേപിക്കുന്നവരുണ്ട്. പക്ഷേ അതിലെ ഒരു സുന്ദരമായ വാക്യം നിങ്ങൾ പറയാറുള്ളതായിരിക്കും. ഞാൻ ഇന്നലെ ആദ്യം കേട്ടതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നതേ ഉള്ളൂ. വായുവിൽ വരച്ച 2 വരകൾ കൊണ്ട് ഞങ്ങൾക്ക് ദൈവാനുഗ്രഹം പ്രാപിച്ചു തരുന്ന വൈദികരെ, അത് എന്നെ വല്ലാണ്ട് അത്ഭുതപ്പെടും. നമ്മൾ വായുവിൽ ചുമ്മാ 2 വര വരച്ചതാണ് നമ്മുടെ ആശീർവാദങ്ങൾ. പക്ഷേ അതിലൂടെ ദൈവത്തെ സംലഭ്യമാക്കുന്ന അങ്ങേക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് ഏതോ ഒരു കൊച്ചയച്ചു തന്ന ഒരു ആശംസയാണ്. അതെനിക്ക് വളരെയേറെ ഹൃദയസ്പർശിയായി തോന്നി. നമ്മൾ പലപ്പോഴും അത്രയൊക്കെ ചെയ്യുന്നുള്ളൂ. വായുവിലും വെള്ളത്തിലും ഒക്കെ വരയ്ക്കുന്നവരാണ് നമ്മൾ. പക്ഷേ അതൊക്കെയും ദൈവാനുഗ്രഹങ്ങളാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ അത്ഭുതമാണ് പൗരോഹിത്യം എന്ന് നമുക്ക് തിരിച്ചറിയാം. ഈ ജൂബിലി വർഷത്തിൽ ജൂബിലി ആഘോഷിക്കുന്ന ഈ അച്ഛന്മാരെ അനുസ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ സമർത്ഥരായവർ പ്രസംഗിക്കുമെന്ന് എനിക്കറിയാവുന്നത് കൊണ്ടും എല്ലാവരെയും കുറിച്ച് വ്യക്തിപരമായി പറയാനുള്ള എൻ്റെ അറിവില്ലായ്മ കൊണ്ടും ഞാനതിന് മുതിരുന്നില്ല. പക്ഷേ ഇവരാണ് നമ്മുടെ അതിരൂപതയെ പടുത്തുയർത്തുന്നതിന് മുന്നിൽ നിന്ന് നയിച്ചവർ എന്ന് നമുക്ക് ഇവർ ഓരോരുത്തരെയും കുറിച്ച് ചിന്തിക്കാം. പൗരോഹിത്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എപ്പോഴുമല്ല, ഇന്നലെ രാത്രി ഞാൻ ഇന്നത്തെ വായനയാണെന്ന് വിചാരിച്ചെടുത്ത് വായിച്ചത് നാളത്തെ വായനയാണ്. അത് നമ്മുടെ സിറോമലബാറിൻ്റെ ഈ ആപ്പിനകത്ത് വായിച്ചപ്പോൾ ഞാൻ ട്രെയിനിൽ കിടക്കുന്നതിന് മുമ്പ് സുവിശേഷം വായിച്ചതാണ്. അപ്പോൾ എൻ്റെ ഇതെങ്ങനെയോ നാളത്തെ രൂപാന്തരീകരണ വായന. ഈ രൂപാന്തരീകരണ വായന എനിക്ക് തോന്നുന്നു അത് അവിചാരിതമല്ല, അതിലൊരു വലിയ പൗരോഹിത്യ ചിന്തയുണ്ട്. നാളെ രൂപാന്തരീകരണത്തിന് നാളെ രൂപാന്തരീകരണ മലയിൽ ഈശോയോടൊപ്പം മോശയും ഏലിയായും പ്രത്യക്ഷപ്പെടുന്നു. വിശുദ്ധ ബൈബിളിൽ നോക്കിയാൽ ഒരിക്കലും മരിക്കാത്ത 2 പേരെ ആയിട്ടാണ് ഇവരെ കുറിച്ച് പറയുന്നത്. മോശ മരിച്ചു എന്ന് പറയുന്നെങ്കിലും മോശയുടെ മൃതശരീരം ആരും കണ്ടില്ല എന്നാണ് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുന്നത്. മോശയെ ദൈവം എടുത്തുകൊണ്ട് പോയി എന്നാണ്. അതുപോലെ തന്നെ ഈ എലിയ പ്രവാചകനെ ദൈവം ആഗ്നേയരഥത്തിൽ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ഈ മോശയെ കുറിച്ച് പറയുമ്പോഴാണ് ഈ പൗരോഹിത്യ ചിന്ത എൻ്റെ മനസ്സിൽ ഇന്നലെ രാത്രി കിടന്നപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം നിങ്ങളോട് പങ്കുവെച്ചിരുന്നു. ഞാൻ ചിന്തിച്ചതുപോലെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ പറയും. മോശ നെബോ മലയിൽ നിന്ന് വിശുദ്ധ നാട് നോക്കിക്കാണുക. എന്തോ ഒരു സങ്കടമാണ്. ജീവിതത്തിൽ താൻ ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ചോ 40 വർഷങ്ങൾ ഒരു ജനതയെ നയിച്ച് നെബോമലയുടെ മണ്ടയിലെത്തിയിട്ട് അങ്ങോട്ടേക്ക് കടക്കാൻ നിനക്ക് അനുവാദമില്ല എന്ന് പറഞ്ഞ് ദൈവമായ കർത്താവ് മോശയെ തിരികെ വിളിക്കുന്ന സങ്കടകരമായ രംഗം. ആ സങ്കടത്തിൻ്റെ രംഗം എനിക്ക് തോന്നുന്നു അത് നമ്മളുടെ പൗരോഹിത്യത്തിൻ്റെ ഒരു ഭാവമാണ്. നാം വിചാരിക്കുന്നത് പോലെയൊന്നും കാര്യങ്ങൾ പരിണമിക്കുന്നില്ല. നാം ലക്ഷ്യം വയ്ക്കുന്നത് സ്ഥലങ്ങളിലൊന്നും എത്തിച്ചേരാൻ പലപ്പോഴും നമുക്ക് പറ്റാറില്ല. നാം ഗുണകരമെന്ന് വിചാരിച്ച് ചെയ്തതൊക്കെയും ചിലപ്പോൾ ദോഷകരമായി വന്നെന്നിരിക്കും. നല്ലത് ഉദ്ദേശിച്ച് നമ്മൾ പറഞ്ഞതൊക്കെയും ചിലപ്പോൾ ക്രൂരമായ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തും എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ മോശയെ ദൈവം അന്യായം കാണിച്ചു. എനിക്ക് മോശയെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ എപ്പോഴും ദൈവം അന്യായം ചെയ്ത ഒരു വ്യക്തിത്വമാണ് മോശ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഈ രൂപാന്തരീകരണ മലയിൽ മോശ വരുമ്പോൾ ദൈവം പറഞ്ഞു കൊടുക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. മോശെ, നീ നയിക്കേണ്ട യഥാർത്ഥ പുറപ്പാട് എന്ന് പറയുന്നത് ഈ ഒരു ജോർദാൻ കടന്ന് അക്കരെ കയറ്റി എല്ലാം നേടി എന്നുള്ള ആ ചിന്തയല്ല. നീ ലക്ഷ്യത്തിലെത്തി എന്നുള്ളതല്ല. നിന്റെ യഥാർത്ഥ ലക്ഷ്യം യഥാർത്ഥ രക്ഷകന്റെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളത്. വാസ്തവത്തിൽ പൗരോഹിത്യത്തിൻ്റെ ഈ അതിഭൗതിക മാനത്തെക്കുറിച്ചുള്ള ധ്യാനങ്ങൾ കുറഞ്ഞു പോകുന്നത് നമ്മുടെ പൗരോഹിത്യത്തെ പലപ്പോഴും നിരാശപ്പെടുത്തുകയും അതുപോലെ
നഷ്ടധൈര്യരാക്കുകയും ചെയ്യാറുണ്ട്. മോശയെ ദൈവം ബലപ്പെടുത്തുന്നത് ഈ ഒരു ഉൾക്കാഴ്ച കൊടുത്തുകൊണ്ടാണ്. നീ അവൻ്റെ രണ്ടാം വരവിൽ വലതും ഇടത്തും നിൽക്കുന്ന. ഏലിയായും ഇതുപോലെ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയൊരു പ്രവാചകനാണ്. ഭയം തോടിയത് 40 ദിനരാത്രങ്ങളാണ് ഏലിയായി. നീ എന്തെടുക്കുവാണ് എന്ന് ചോദിച്ചപ്പോൾ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ കുറിച്ചുള്ള തീഷ്ണതയാൽ എരിയുകയാണ് എന്നവൻ പറയുന്നു. ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ എന്ന അവകാശവാദത്തെ ദൈവം ഖണ്ഡിച്ചു. ഏലിയ, നീ മാത്രമൊന്നുമല്ല, 7000 പേര് നിന്നേക്കാളും മാന്യന്മാര് എനിക്ക് വേണ്ടി ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. ഹു ആർ യു, ഹു ആർ മൈ എന്നുള്ള ചോദ്യത്തിൻ്റെ സങ്കടക്കടലിൽ നിന്നാണ് ഏലിയായും ആഗ്നേയരഥത്തിൽ എടുക്കപ്പെടുന്നത്. അതായത് ഭൗതികമായി ചിന്തിച്ചാൽ ലക്ഷ്യത്തിൽ എത്താത്തവരാണ് പുരോഹിതന്മാർ എന്ന് ഞാൻ ധ്യാനിക്കുന്നു. ഭൗമികമായി ചിന്തിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം സ്വർഗത്തിൽ കുറഞ്ഞ ഒന്നുമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛന്മാരെ, ഈ ജൂബിലി ആഘോഷിക്കുമ്പോൾ 50 കൊല്ലത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ ചില നഷ്ടബോധങ്ങളും ചില തിരിച്ചടികളും വേദനകളും ഒക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ തിരിച്ചറിയണം, യു ആർ ഓൺ ദ വെരി റൈറ്റ് പാത്ത് ഓഫ് പ്രീസ്റ്റ്ഹുഡ്. എല്ലാവരും എപ്പോഴും കൈയടിച്ചും പ്രോത്സാഹിപ്പിച്ചും പൂക്കൾ വിതറിയും ആനയിക്കുന്ന വഴി പുരോഹിതന്റെ വഴിയല്ല എന്നുള്ളതാണ് സത്യം. ജീവിതത്തിൽ ഇനിയും ഞാൻ ലക്ഷ്യത്തിലെത്തിയില്ല എന്നുള്ള തിരിച്ചറിവിൻ്റെ ചില ബോധ്യങ്ങൾ പൗരോഹിത്യത്തിൻ്റെ വഴിയിൽ മുതൽക്കൂട്ടാണ്. ശരിക്കും നമുക്കായി ദൈവം കരുതി വച്ചിരിക്കുന്നത് അവൻ്റെ ഇടത്തും വലത്തും ഇരുന്നുകൊണ്ട് രൂപാന്തരീകരണത്തിൻ്റെ അത്ഭുതമലയിലായിരിക്കാനുള്ള വിളിയാണ് എന്ന സത്യം ഹൃദയത്തിൽ സൂക്ഷിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും ദൈവാനുഗ്രഹങ്ങളും